ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ നമ്മൾ ഇട്ട വീഡിയോസിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹെവി മേക്കപ്പ് അല്ല കേട്ടോ, നോ മേക്കപ്പ് ലുക്ക്. അതായത് ഓൾറെഡി എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ദിവസം തൊടുന്ന പൊട്ട് 1-2 ദിവസത്തേക്കായിട്ട് നമ്മുടെ നെറ്റിയിൽ ഇരിക്കുന്നവരൊക്കെയാണോ നിങ്ങളും എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എൻ്റേത് അങ്ങനെയാണ്. കുറഞ്ഞതൊരു 3-4 ദിവസത്തേക്കെങ്കിലും ആ ഒരു പൊട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മേക്കപ്പിൽ ആദ്യം മോയ്സ്ചറൈസിങ് ക്രീമാണ്. മറ്റ് ക്രീമൊന്നും എനിക്കത്ര പിടിക്കത്തില്ല കേട്ടോ. അതായത് ഫെയർ ആൻഡ് ലവ്ലി അങ്ങനെയുള്ള ആ ഒരു ടൈപ്പിലേത് ഇട്ട് കഴിഞ്ഞാൽ അത്ര എനിക്ക് കംഫർട്ടല്ല. അതായത് അതിട്ടിട്ട് പൗഡർ ഇടുമ്പോഴത്തേക്കും പൊരിഞ്ഞിരിക്കുന്നൊരു ഫീലാകും. അതുകൊണ്ട് മോയ്സ്ചറൈസിങ് ക്രീമാണ് നമ്മൾ ഫസ്റ്റ് വൺ ഇടുന്നത്. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അത്ര നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് മേക്കപ്പിനെ കുറിച്ച് യാതൊരു വിധ ധാരണയില്ല. അതായത് എങ്ങനെയൊക്കെയാണ് നോർമലി ഒരു മേക്കപ്പ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കും അറിയില്ല. അപ്പം ഇതിലൂടെ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് മേക്കപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതായത് ഇപ്പോഴത്തെ ജനറേഷൻസ് എല്ലാം തന്നെ ഫൗണ്ടേഷൻ, ബ്ലഷ്, മസ്കാരോ, ലിപ്സ്റ്റിക് ആ ഒരു ഫോർമാറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരുങ്ങാം, അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം മോയ്സ്ചറൈസിങ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡർ ഏതാണോ അതിടുക. പൗഡർ നന്നായിട്ട് എല്ലായിടവും അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു മേക്കപ്പിലെ നെക്സ്റ്റ് എന്നത് കണ്ണെഴുതുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കൺമഷയല്ല യൂസ് ചെയ്യുന്നത്, പകരം ഐക്കോണിക് കാജലാണ് ഐടെക്സിൻ്റെ. അത് ഐലൈനർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ 2 കണ്ണിലും കാജൽ വെച്ച് നന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ സീമന്തം തൊടാൻ വേണ്ടി ആദ്യം കുങ്കുമത്തിൻ്റെ ഒരു സ്റ്റിക്കാണ് തേച്ച് കൊടുക്കുന്നത്. സ്റ്റിക്കിൽ നമ്മുടെ ഈ പേസ്റ്റ് തേച്ചതിന് ശേഷം നമ്മുടെ കുങ്കുമം തൊടുകയാണെങ്കിൽ അത് നന്നായിട്ട് അവിടെ ഇരുന്നോളും. അല്ലാത്ത കേസിൽ കുങ്കുമം മാത്രം തൊടുമ്പോൾ അത് കൂടുതലായിട്ട് പെട്ടെന്ന് പടർന്നു പോകാനോ അല്ലെങ്കിൽ മാഞ്ഞു പോകാനോ ചാൻസ് കൂടുതലാണ്. ഇനി ഒരു പൊട്ടും കൂടി തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ലുക്ക് കംപ്ലീറ്റ് ആകും. ഞാനിവിടെ ഐടെക്സിൻ്റെ ബ്ലാക്ക് കളറിലുള്ള വട്ടപ്പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴും ഫൗണ്ടേഷനോ, ബ്ലഷോ, മസ്കാരോ, ഐലൈനർ അങ്ങനെയുള്ള ലിപ്സ്റ്റിക് ഉൾപ്പെടെ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. അപ്പം നമ്മുടെ ഹെയറും കൂടെ ഒന്ന് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ആരൊക്കെ എന്നെ പോലെ ഈ ഒരു മേക്കപ്പ് സ്റ്റൈൽ ഫോളോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതല്ല, ഈ ഒരു രീതി വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലും കൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ സമയം കുറച്ചുകൊണ്ട് പെട്ടെന്ന് ഒരിടത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ ഒരുങ്ങി പോകാമെങ്കിൽ നമുക്ക് നാച്ചുറൽ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. വളരെ സമയം കുറച്ച് മേക്കപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട്, അതും വളരെ കുറഞ്ഞ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് മോയ്സ്ചറൈസിങ് ക്രീം, പൗഡർ, കണ്ണെഴുതാനുള്ള ഐക്കോണിക് കാജൽ, ഒപ്പം സീമന്തം തൊടാനുള്ള കുങ്കുമം, പൊട്ട്, ഇത്രയും മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫേസിൽ നാച്ചുറൽ ഫീൽ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള വളരെ സിമ്പിൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.